ശരിയായ വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്നും തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുമെന്നും ആവർത്തിച്ചു പറയുന്നുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ സംഘടനയെ, അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന KSUവിനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് കേൾക്കാം. അദ്ദേഹം KSU, യൂത്ത് കോൺഗ്രസും ഒക്കെ കടന്നാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയായത്. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബിൽഡറെ തീരുമാനിക്കുന്നത്? നോ നോ നോ. എന്നാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 2015 വി ഡി സതീശൻ പറഞ്ഞുകൂടി കേൾക്കാം. ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്, ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. KC ജോസഫ് പറഞ്ഞു UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി വിലയിരുത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ വിമർശിക്കാൻ ഒരു പ്രായം വേണം. AK ആന്റണിയുടെ പ്രായമായാൽ മാത്രമേ ഒരു വിമർശനപൂർവ്വം സംസാരിക്കാൻ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവരൊക്കെ ഏത് പ്രായത്തിലാണ് സംസാരിച്ചിരിക്കുന്നത്? ശ്രീ കരുണാകരനെയും ശ്രീ AK ആന്റണിയുടെയും സർക്കാരുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ആളുകളല്ലേ? അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്ക് പറയാൻ അവർക്ക് വേറെ ആരും ഒന്നും സംസാരിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം എന്താ? കേരളം മുഴുവൻ പൊതുസമ്മേളനങ്ങൾ നടത്തി, ആ പൊതുസമ്മേളനങ്ങളിൽ പരസ്യമായി കേരള ഭരണത്തിനെതിരായി ആഞ്ഞടിച്ച് കരുണാകരനെ താഴെയിറക്കണം. അത് പരസ്യമായി. AK ആന്റണിയെ താഴെയിറക്കാൻ രഹസ്യമായി കാർമ്മികത്വം വഹിച്ച ആളുകളല്ലേ? അവർക്കിപ്പോ ഏതെങ്കിലും ഒരു ശബ്ദം, ഒരു ഒച്ചയനക്കം കേൾക്കുമ്പോൾ അയ്യോ ഞങ്ങളെ മാറ്റാൻ വേണ്ടി വരികയാണ് എന്ന പേടിയാണ്. അത് പണ്ട് ചെയ്തതിന്റെ കുറ്റബോധം കൊണ്ട് തോന്നുന്നതാണ്. ഞാൻ പറയാൻ കാര്യമുണ്ട്. ഞാൻ കോൺഗ്രസിലെ അടുത്ത തലമുറയിൽപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളാണ്. അടുത്ത തലമുറയിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ്. ഇവരെല്ലാവരും കൂടി ഇത് തൊലച്ചിട്ട് പോയാലേ ഈ പാർട്ടി ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു പൊതുവികാരമായി, കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പൊതുവികാരമായി ഏറ്റവും മൈൽഡായിട്ടുള്ള ഭാഷയിൽ, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി, ഒരു ദുരുദ്ദേശവും ഇല്ലാതെ സതുദ്ദേശത്തോടുകൂടി നന്നായി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു വാക്കാണ്. വായടപ്പിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ ചെയ്യണ്ട. അതാണ് ശ്രീ വി ഡി സതീശനോട് പറയാനുള്ളത്. നന്നായി പോകണമെന്ന് വിചാരിച്ചാണ് ഏഷ്യാനെറ്റ് ന്യൂസും ബാക്കി ആളുകളും ഒക്കെ ഇത് പറയുന്നത്. വായടപ്പിക്കാമെന്ന് കരുതണ്ട. ഇന്ന് ADGPക്കെതിരെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെയൊക്കെ അറിയിക്കാമെന്ന് പരിഹാസത്തോടെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞല്ലോ.